നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. ഇപ്പോൾ തിരക്കുള്ള റോഡുകളിൽ നിന്നും തിരക്കുള്ള ഭാഗത്ത് നിന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഒഴിവാക്കണം എന്ന രീതിയിലൊരു അറിയിപ്പ് വന്നായിരുന്നു. അപ്പോൾ തിരക്കുള്ള ഭാഗത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഓട്ടോറിക്ഷകൾ എവിടെ കൊണ്ടിടണം, അതൊരു ചോദ്യമാണ്. അതുകൂടെ പറയണം. തിരക്കുള്ള ഭാഗത്ത് നിന്ന് ഒഴിവാക്കുക, പിന്നെ എവിടെ സ്റ്റാൻഡുകൾ വേണം. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഇതൊക്കെ ഒരു ഓർഡറും ഒരു നിയമമൊക്കെ പാസ്സാക്കി എടുക്കാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓട്ടോറിക്ഷക്കാരാണ്. സർക്കാരിലേക്കാളും ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്നത് ഓട്ടോറിക്ഷകളിൽ നിന്നാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ മറ്റും ഏത് മേഖലയായാലും പിടിച്ചിരിക്കുന്ന ഓട്ടോറിക്ഷ ഫീൽഡ് ഉള്ളതുകൊണ്ടാണ്. ഇൻഷുറൻസ് കമ്പനി ആയാലും, ഈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മീറ്ററിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ വർക്ക്ഷോപ്പുകാർ, പെയിൻറ്റിങ് വർക്ക്ഷോപ്പുകാർ, മെക്കാനിക്കൽ പണിക്കാർ, അപ്പോൾഷി വർക്കുകാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പിടിച്ച് നിൽക്കുന്നത് ഈ ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ടാണ്. ഓട്ടോറിക്ഷയുടെ അത്രയും വർഷത്തിൽ മെയിൻ്റെനൻസ് വരുന്ന വേറൊരു വണ്ടിയില്ല. ഓട്ടോറിക്ഷകൾക്കാണ് വർഷം ടെസ്റ്റും അതുപോലെ മെയിൻ്റെനൻസും വരുന്നത്. ടയർ കമ്പനി ഉൾപ്പെടെ എല്ലാം മെയിൻ്റെനൻസും വരുന്നത്. അപ്പം ഓട്ടോറിക്ഷകൾ ഒഴിവാക്കുക, തിരക്കുള്ള ഭാഗം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ പിന്നെ എവിടെ വേണം എന്നോട് പറയണം. കാരണം സാധാരണക്കാരന് വേണ്ടത് ഏറ്റവും കൂടുതൽ വരുന്നത് തിരക്കുള്ള ഭാഗങ്ങളാണ്. അവിടുന്ന് ഒരു പച്ചക്കറി മേടിച്ചിറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു അരി മേടിച്ചിറങ്ങുന്നു, അല്ലെങ്കിൽ തുണി മേടിച്ചിറങ്ങുന്നു, എന്തെങ്കിലുമൊക്കെ മേടിച്ചിറങ്ങുന്നവർക്ക് അവിടെയാണ് സ്റ്റാൻഡ് വേണ്ടത്, അല്ലേ?